വെൽക്കം ടു അവർ കൊമേഴ്സ് ക്ലാസ് റൂം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിന്റെ മറ്റൊരു മെത്തേഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ വളരെയധികം മെത്തേഡുകൾ അവൈലബിൾ ആണ്. ഓൾറെഡി നമ്മളിപ്പോൾ രണ്ട് മെത്തേഡുകളെ കുറിച്ച് പഠിച്ചു. പെർസെന്റേജ് ഓഫ് സെയിൽസ് മെത്തേഡും റിഗ്രഷൻ അനാലിസിസ് മെത്തേഡും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പൊ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡിനെ കുറിച്ചാണ്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എത്രമാത്രം വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ആവശ്യമായിട്ട് വരുമെന്ന് എപ്രകാരം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്തായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നുള്ളത് നോക്കാം. ഇതൊരു സൈക്ലിക്കൽ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ വരയ്ക്കണം. ഇത് തിയറി എക്സാമിന് ചോദിക്കാറുള്ളതാണ്, എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നും. അപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ ഒരു റൗണ്ട് ഫോമിൽ ഈ ഐറ്റംസ് എല്ലാം എഴുതി ആരോ മാർക്ക് ഇട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ ഫസ്റ്റ് കോമ്പോണന്റ് എന്ന് പറയുന്ന ക്യാഷ് ആണ്. ക്യാഷ് കൊടുത്ത് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിക്കും. റോ മെറ്റീരിയൽ എന്താവും, നമ്മൾ അതിനെ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് ഉൾക്കൊള്ളിച്ചതിന് ശേഷം അതിനെ വർക്ക് ഇൻ പ്രോഗ്രസ് ആക്കി മാറ്റും. ഈ വർക്ക് ഇൻ പ്രോഗ്രസ് എന്താവും, പിന്നീട് പൂർണ്ണ രൂപത്തിലുള്ള ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് മാറും. ഫിനിഷ്ഡ് ഗുഡായിട്ടിരുന്നാൽ നമുക്ക് അതിനെ വിൽക്കാം. വിൽപ്പനയ്ക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അത് വിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഡെപ്റ്റേഴ്സ് വരും. ഡെപ്റ്റേഴ്സ് പിന്നീട് വീണ്ടും ക്യാഷ് തരുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാഷ് തിരിച്ചു കിട്ടും. പിന്നീട് ഈ പ്രോസസ്സ് നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ക്യാഷ്, റോ മെറ്റീരിയൽ, വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സെയിൽസ് ആൻഡ് ഡെപ്റ്റേഴ്സ്. ഇതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മറന്നു പോകരുത്, പഠിച്ചു വെക്കണം. ഇത് പ്രകാരം ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കണ്ടെത്താനാകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു ചെറിയ ഇക്വേഷൻ ആണ് അതിന് വേണ്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. വളരെ ചെറിയൊരു ഇക്വേഷൻ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻടു ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ഡേയ്സ് ഡിവൈഡഡ് ബൈ 365 പ്ലസ് എക്സ്പെക്ടഡ് ക്യാഷ് ബാലൻസ്. ഇങ്ങനെ ഒരു ചെറിയ ഇക്വേഷൻ ആണുള്ളത്. ഈ എക്സ്പെക്ടഡ് ക്യാഷ് ബാലൻസ് തന്നെ ഡിസൈഡ് ക്യാഷ് ബാലൻസ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഡിസൈഡ് ക്യാഷ് ബാലൻസ്, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡിസൈഡ് ക്യാഷ് ബാലൻസ് ആയിരിക്കും തരുന്നത്. അന്നേരം നിങ്ങൾ സംശയിച്ച് നിൽക്കാൻ പാടില്ല. ഈ എക്സ്പെക്ടഡ് ക്യാഷ് ബാലൻസും ഡിസൈഡ് ക്യാഷ് ബാലൻസും സെയിം തന്നെയാണ്. അപ്പൊ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഗുഡ്സ് വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെലവായ പൈസ ഇൻടു നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ഡേയ്സ് എന്ന് വെച്ചാൽ എന്താ, ഈ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ വരുന്ന ഇതാണല്ലോ നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അതായത് ക്യാഷ് വീണ്ടും ക്യാഷ് ആയിട്ട് കൺവേർട്ട് ആവാൻ എടുത്ത സമയം, അതിനെയാണ് നമ്മളിവിടെ എന്തെന്ന് വിളിക്കുന്നത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ഡേയ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നുകൂടെ നോക്കുക, ക്യാഷ് കൊടുത്ത് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങി, വർക്കിംഗ് പ്രോഗ്രസ് വാങ്ങി. ഇതൊരിക്കലും സ്ലോ ആയി പോകാൻ പാടില്ല. ഇത് സ്ലോ ആണെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ഡേയ്സ് എന്ന് പറയുന്ന ദിവസം എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിട്ട് പോകും. അപ്പൊ ഇതെപ്പോഴും എന്തായിരിക്കണം, ചെറുതായിരിക്കണം. എന്ന് വെച്ചാൽ ഫാസ്റ്റ് ആയിട്ട് കമ്പനി പ്രൊഡക്ഷൻ പ്രോസസ് എല്ലാം ചെയ്യണം. അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ വരുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ്, ഈ ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ സ്പീഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ചെയ്യുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് പ്രകാരം എങ്ങനെ കണ്ടുപിടിക്കുന്നത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻടു ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ഡേയ്സ് ഡിവൈഡഡ് ബൈ 365 പ്ലസ് ക്യാഷ്, എക്സ്പെക്ടഡ് ക്യാഷ് ബാലൻസ് ഇൻ ഡേയ്സും ബൈ 365 ഡേയ്സും പറയുന്നത് എന്താണ്, ഇൻ ഡേയ്സിലാണ്. ഇപ്പൊ ഇവിടെ 50 ദിവസം എന്നാന്ന് വിചാരിക്കാം. അപ്പൊ 50 ഡിവൈഡ് ബൈ 365 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്കിത് ചെയ്യാം. നമുക്കൊരു ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ് ഇവിടെ. ഡീറ്റെയിൽസ് ഓഫ് പൂജ ലിമിറ്റഡ് ഫോർ ദ ഇയർ 2017 ഈസ് ഗിവൻ ബിലോ. അപ്പോൾ പൂജ ലിമിറ്റഡിന്റെ കുറച്ച് വിവരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. എല്ലാം എളുപ്പമുള്ളതാണ്. അവരുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് എത്രയാണ്, 24 ലക്ഷം രൂപയാണ്. ഇനി അവരുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ 73 ദിവസത്തിനുള്ളിൽ അവരുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പൂർത്തിയാകും. ഇനി അവരുടെ ഡിസൈഡ് ക്യാഷ് ബാലൻസ് അഥവാ എക്സ്പെക്ടഡ് ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് എത്രയുണ്ട്, 50,000 രൂപയുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, കാൽക്കുലേറ്റ് എക്സ്പെക്ടഡ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാലോ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻടു ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ഡേയ്സ് ഡിവൈഡഡ് ബൈ 365 ഡേയ്സ് പ്ലസ് എക്സ്പെക്ടഡ് ക്യാഷ് ബാലൻസ്. അപ്പൊ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇല്ലേ, നോക്കിക്കേ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 24 ലക്ഷം. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ഡേയ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 73 ഡേയ്സ്. എക്സ്പെക്ടഡ് ക്യാഷ് ബാലൻസ് അതിനെ എന്തെന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്ന, ഡിസൈഡ് ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം ഉണ്ട്, നമുക്ക് എടുത്തെഴുതാം. ഏതൊക്കെ വിവരങ്ങളാണ്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻടു ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ഡേയ്സ് ഡിവൈഡഡ് ബൈ 365 പ്ലസ് ഡിസൈഡ് ക്യാഷ് ബാലൻസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്, 24 ലക്ഷം. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ഡേയ്സ് എത്രയാണ്, 73.
ബൈ 365 പ്ലസ് ഡിസൈഡ് ക്യാഷ് ബാലൻസ് അഥവാ എക്സ്പെക്ടഡ് ക്യാഷ് ബാലൻസ് എത്രയുണ്ട്? 50,000 രൂപ. എല്ലാം എടുത്തു ഇനി ഡയറക്റ്റ് പ്രോബ്ലം അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പൊ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. 73/365 അങ്ങോട്ട് ചെയ്യാം. 73 ഡിവൈഡഡ് ബൈ 365 എത്രയാ വരുന്നത്? 0.02 ആണ് വരുന്നത്. 0.2 ആണ് വരുന്നത്. അപ്പം 24 ലക്ഷം ഇൻറ്റു 0.2 പ്ലസ് 50,000 എന്നാണല്ലോ വരണ്ടേ. ഇനി അടുത്ത് നമുക്ക് ഈ ഐറ്റംസ് രണ്ടും ചെയ്യാം. 0.2 ഇൻറ്റു 24 ലക്ഷം എത്ര വരുന്നത്? 4,80,000 പ്ലസ് 50,000. ഇനി അടുത്തത് നമുക്ക് ചെയ്യാം. പ്ലസ് 50,000 എത്ര വരുന്നത്? 5,30,000. അപ്പൊ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ്? 5,30,000. ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കി പഠിച്ചത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഇക്വേഷൻ വളരെ ചെറുതാണ്, എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഇക്വേഷൻ ഒന്നുകൂടെ ഞാൻ പറയാം. ഇക്വേഷൻ ഏതാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ഡേയ്സ് ഡിവൈഡഡ് ബൈ 365 പ്ലസ് ക്യാഷ് ബാലൻസ്. ഇനി ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് മറന്നു പോകരുത്. ക്യാഷ്, റോ മെറ്റീരിയൽസ്, വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സെയിൽസ് ആൻഡ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റർ പൈസ വന്നാൽ പിന്നെ എന്താവും? ക്യാഷ് ആയിട്ട് മാറും. ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എപ്രകാരമാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് പ്രകാരം കണ്ടുപിടിക്കുന്നതെന്നാണ് നോക്കിയത്. നിങ്ങൾക്ക് ഈ പ്രോബ്ലം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.